പുസ്തകമായാലും സിനിമയായാലും ഷോർട്ട് ഫിലിം ആണെങ്കിലും വലിയ സപ്പോർട്ട് കിട്ടാത്ത, പൊതുവേ നമ്മളെ ഒരു ചുറ്റുവട്ടത്തുള്ള ആളുകൾ എന്താ പറയുക കൂടുതൽ ജോലിക്ക് പോകണം അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി അങ്ങനെയൊക്കെ കൂടുതൽ ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് വലിയ സപ്പോർട്ട് കിട്ടുന്നില്ല. പിന്നെ പ്രധാനമായിട്ടും അനിയനുണ്ട്, അമൽരാജ് എന്നാണ് പേര്. അപ്പോൾ അവരാണ് പ്രധാനമായിട്ടുള്ള സപ്പോർട്ട് നടന്നത്. അമ്മയെ അച്ഛനൊക്കെ ജോലിക്ക് പോകാനായിരുന്നു അവർക്ക് കൂടുതൽ പ്രാധാന്യം. എന്ന് വെച്ചിട്ട് അവർ ഇതൊന്നും മോശമെന്ന് പറഞ്ഞല്ല, പക്ഷെ അവർക്കും ഉണ്ടാകുന്ന ഒരേ പ്രശ്നങ്ങളുണ്ടല്ലോ. അവരുടെ ചുറ്റുമുള്ള ആളുകൾ അവരോട് അവരോട് എൻ്റെ മോനെന്താ ഇങ്ങനെയായി പോകാനൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കും കൊള്ളും. പിന്നെ വിമർശനം കിട്ടുമ്പോൾ ഒരു കണക്കിൽ നമുക്ക് നല്ലത്. കാരണം നമുക്കൊരു തീ വരണമെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും വേണം. പേരാമ്പ്രക്കാർക്കേറെ പരിചിതനായിട്ടുള്ള ഇസൈ എന്ന ഷോർട്ട് ഫിലിമിന് അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചിട്ടുള്ള, ഇന്ന് പിണ്ണാക്കിടി മൊട്ടാസോ എന്ന് പറയുന്ന പുസ്തകം എഴുതി ഈ മാസം 24 പ്രകാശനം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഷെമിൽ രാജാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം ഷെമിൽ രാജ്. നമസ്കാരം. ഇസൈ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിന് അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു. ഇപ്പം പിണ്ണാക്കിടി മൊട്ടാസോ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി അത് പ്രകാശനം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ ഒരു പുസ്തകത്തിലേക്കുള്ള ജേണി എങ്ങനെയായിരുന്നു? ആക്ച്വലി ഇസൈ ആണെങ്കിലും പിണ്ണാക്കിടി മൊട്ടാസോ ആണെങ്കിലും രണ്ടും സിനിമയിലേക്കുള്ളൊരു പരിപാടിയാണ് ബേസിക്കലി സംഭവിക്കുന്നത്. അത് ഒരു സിനിമയിലേക്ക് കയറി പറ്റാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് കയറി പറ്റാനുള്ള അയാൾ നടത്തുന്ന എല്ലാ ശ്രമങ്ങളുമാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പറഞ്ഞ ഷോർട്ട് ഫിലിം ആയാലും ഇപ്പോൾ കാണുന്ന പുസ്തകമാണെങ്കിലും പോലും. അപ്പം പിണ്ണാക്കിടി മൊട്ടാസോ എന്ന പുസ്തകം ഇതുപോലെ സിനിമയിലേക്കുള്ള ഒരു യാത്രയുടെ ഭാഗമായിട്ട് തുടങ്ങി വെച്ചൊരു പരിപാടിയാണ്. അതാണിപ്പം റിലീസ് ചെയ്യാൻ പോവാണ്. ഈ മാസം 24 റിലീസ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ നിലവിൽ പിണ്ണാക്കിടി മൊട്ടാസോ, ഇപ്പൊ ആ പേര് ഞാൻ പോലും നോക്കിയ സമയത്ത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആ പേരിലുണ്ടായിരുന്നു. ശരിക്കും ആ ഒരു പേരിലേക്ക് എങ്ങനെയാണ് എത്തിയിട്ടുള്ളത്? പേരെന്ന് പറയുന്നത് ബേസിക്കലി പിണ്ണാക്കിടി മൊട്ടാസോ എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നല്ല. എൻ്റെ പരിപാടി എങ്ങനെയാ വെച്ചാൽ ഈ മലയാളത്തിൽ ഒരു സിനിമ ചെയ്യുക, അതൊരു അപ്പോക്കാലിപ്റ്റോ പോലത്തെ ഒരു സിനിമ ആയിരിക്കണം. അതിൽ കുറച്ച് സെറ്റാറിക്കലുള്ള പരിപാടി ഉണ്ടാണ്. ഇതൊക്കെ വിചാരിച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ തുടങ്ങിയപ്പം ഈ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സ് നെയ്ക്കഡാണ്, അല്ലെ ഹാഫ് നെയ്ക്കഡൊക്കെയാണ്. അപ്പോൾ എനിക്കത് പെട്ടെന്ന് സിനിമയായിട്ട് പുള്ളി ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഞാൻ വെച്ചത് അനിമേഷനായിട്ട് ചെയ്യാൻ വിചാരിച്ച്. അപ്പോൾ അതിന് നോക്കുമ്പോൾ സാമ്പത്തികം നടക്കൂല. പിന്നെ എൻ്റെ മുന്നിൽ ആകെയുള്ള ഒരു പരിപാടി പുസ്തകമാകാന്നേ ഉള്ളൂ. അതൊരു 10 പേജ് തീരുന്നൊരു കഥ മാത്രമായിരുന്നു. അതങ്ങനെ എഴുതി വന്ന് അത് ലേറ്റസ്റ്റ് കഴിഞ്ഞപ്പോൾ അതൊരു കുറച്ചൊരു 10-20 പേജിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ഒരു പരിപാടിയിലേക്ക് എത്തി. ആ പുസ്തകമാണ് ഈ കാണുന്ന പിണ്ണാക്കിടി മൊട്ടാസോ. പക്ഷേ സംഭവം എന്താ വെച്ചാൽ ഇപ്പം എഴുതി വന്ന് നോക്കുമ്പോഴത്തേക്ക് സെറ്റാറിക്കലും ഫാൻറ്റസി വേൾഡൊക്കെ കൂടി വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇപ്പം ഇതിൻ്റെ ടെറൈനിൽ വേറൊരു പരിപാടി ആയപ്പോൾ ഇനിയിപ്പോൾ നോർമൽ പരിപാടികൾ വേണ്ട, നോർമൽ ക്യാരക്ടർ വേണ്ട എന്നുള്ള അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ക്യാരക്ടേഴ്സിന് പുതിയ പേരുകൾ കൊടുത്ത് അങ്ങനെയാണ് പിണ്ണാക്കിടി മൊട്ടാസോ എന്നുള്ള ക്യാരക്ടറിൽ എത്തുന്നത്. അതെന്താണെന്ന് ഞാൻ കൂടുതൽ പറഞ്ഞില്ല, കാരണം പിന്നെ വായിക്കുന്നവർക്ക് കാണുന്നവർക്ക് ആ സംഭവം മിസ്സായല്ലോ. ഒരു വെറൈറ്റി പരിപാടി ആയിരിക്കും അത് എന്ന് വിചാരിക്കാം. ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല, കാരണം വായിക്കപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം നിലവിൽ നമ്മുടെ പുസ്തകത്തിന്റെ കവർ പ്രകാശനവുമായി ബന്ധപ്പെട്ടിട്ട് സിജോ സണ്ണി, രാജേഷ് മാധവ്, അല്ലെങ്കിൽ ജിയോ ബേബി, അഖിൽ പി ധർമ്മജനെ പോലെ 18ഓളം ആളുകളാണ് ഇത് റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ പുസ്തകത്തിന്റെ പ്രകാശനം ശരിക്കും ആരാണ് ചെയ്യുന്നത്? അത് എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി. കാരണം ഇവരെല്ലാവരും കവർ റിലീസിന് കിട്ടിയപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി എക്സൈറ്റഡ് ആയി. എല്ലാവരും കയറി കവർ റിലീസ് ഉപയോഗിക്കുകയും ചെയ്ത്. ഇപ്പം ഞാനൊരു സ്റ്റക്കാണ് ശരിക്കും ആരെ കൊണ്ട് ബുക്ക് ചെയ്യണം എന്നുള്ളത്. ഒബ്വിയസ്ലി നമ്മുടെ ഒരു ആഗ്രഹം വെച്ചിട്ട് മോഹൻലാലിനെ മമ്മൂട്ടി വെച്ചിട്ട് സന്തോഷമാണ്. ഫാൻ ബോയ് വെച്ചിട്ട് ലാലേട്ടർ കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നടക്കൂല. പിന്നെ അടുത്ത പരിപാടി നോക്കുമ്പോൾ പിന്നെ ഒരു നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ആക്ടർ എന്നുള്ളതിൽ ബേസിൽ ജോസഫിനാണ് ഇപ്പോൾ കിട്ടാൻ ശ്രമിക്കുന്നത്. അപ്പം അത് കോളേജ് തൊട്ടേ ബേസിൽ ജോസഫ് എന്ന് പറഞ്ഞൊരു ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പം മുപ്പര് കിട്ടിയ സന്തോഷം, പക്ഷെ അറിയൂല. കാരണം കിട്ടിയാൽ മുപ്പര് റിലീസ് ചെയ്യും, ഇല്ലെങ്കിൽ അതൊരു സാധാ റിലീസ് പോലെ അത് അവസാനിച്ചോളും. ശരിക്കും ഈ ഒരു പുസ്തകത്തിന്റെ അവതാരക ചെയ്തിട്ടുള്ളത് PB ഷാജി സാറാണ്. എനിക്കൊന്നും ആദ്യത്തെ പുസ്തകമാണ് ബ്രോയിന്റെ. അപ്പോൾ ആദ്യത്തെ പുസ്തകം എഴുതുമ്പോൾ തന്നെ അവതാരികയായിട്ട് അദ്ദേഹത്തെ പോലെ ആളെ കിട്ടുന്നത് ഭയങ്കര ഭാഗ്യമാണ്. അപ്പൊ എങ്ങനെയാണ് അദ്ദേഹത്തിലേക്ക് എത്തിയിട്ടുള്ളത്? സാറ് ഇപ്പം PB ഷാജികുമാർ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഷാജിയേട്ടനാണ്. ഷാജിയുടെ വൈഫുണ്ട് മനീഷ് ചേച്ചി എന്ന് പറയുന്നത്. ഇവരായിരുന്നു ശരിക്കും എൻ്റെ ആദ്യത്തെ വിധികർത്താക്കൾ. ഇപ്പോൾ കോളേജിൽ തിരക്കഥാ രചന മത്സരം യൂണിവേഴ്സിറ്റി വന്ന സമയത്ത് അവരായിരുന്നു അന്ന് ഇത് വിലയിരുത്തിയതും. അന്ന് അതിന് തിരക്കഥ എനിക്കായിരുന്നു ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എപ്പോഴും എൻ്റെ ആദ്യത്തെ വിധികർത്താക്കൾ അവരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പുസ്തകം എഴുതിയ സമയത്ത് എനിക്കിത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പോകുന്നത് ഷാജിയുടെ അടുത്ത്. ഞാൻ ഇത് പ്രിന്റ് എടുത്തിട്ട് ഷാജിയുടെ അയച്ചിട്ട് പറഞ്ഞേ, ഷാജിയുടെ അഭിപ്രായം എന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പം ഷാജിയുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ കുഴപ്പമില്ല എന്നുള്ള സാധനം പറഞ്ഞപ്പോൾ ഓക്കെ സമാധാനമായി. അപ്പം ഞാൻ ഷാജിയുടെ വെറുതെ ഇത് നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ, ഷാജിയുടെ അവതാരം എഴുതില്ലെന്ന് വെച്ച്
ഷാജിയുടെ പ്രാടാ എഴുത്തരാന്ന് പറഞ്ഞു. അപ്പം ഓക്കെ, ഇതൊരു നന്നായി, പരിപാടി കൊള്ളാന്നുള്ളത് എത്തി. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പം പിണ്ണാക്കിടി മുട്ടാസോ ഷംല എന്നുള്ള ലേബലിനേക്കാൾ കൂടുതൽ ആ പുസ്തകം ആൾക്കാർ വായിക്കണമെങ്കിൽ അതിൽ PV ഷാജിമാരുടെ അവതാരികയ്ക്ക് ഒരു വലിയ പ്രാധാന്യം ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് കവറിൽ ഞാൻ ഷാജിയേട്ടന്റെ അവതാരികയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം നോക്കുക, ഇനി അങ്ങനെ ഷാജിയേട്ടൻ നല്ലത് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം കുറച്ച് ദിവസമെങ്കിലും വായിച്ച് നല്ലത് പറയുകയാണെങ്കിൽ പറയട്ടെ എന്ന് വിചാരിച്ചിട്ട്. നമ്മുടെ പുസ്തകത്തിന് കൊടുത്തൊരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് മലയാളത്തിന്റെ ഫാന്റസി സെറ്റർ എന്നുള്ളതാണ്. ഒന്നെങ്കിൽ ഫാന്റസി അല്ലെങ്കിൽ സെറ്റർ, ഇതിൽ ഏതെങ്കിലും ഒരു ഇതിലാണ് നമ്മുടെ പുസ്തകങ്ങളൊക്കെ കാണാറുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഈ ഫാന്റസി സെറ്റർ എന്നുള്ള ടാഗ് ലൈൻ ഇതിന് കൊടുക്കാനുള്ളൊരു കാരണം? അത് ബേസിക്കലി പറയുകയാണെങ്കിൽ, ഒന്ന്, ഞാൻ വലിയ വായനക്കാരന് വലിയ എഴുത്താരതൊന്നും അല്ല, ഞാനൊരു തുടക്കക്കാരനാണ്. ഇതെൻ്റെ ഒരു പരീക്ഷണം സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാനിത് എഴുതുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഫാന്റസി ടെറൈനും അല്ലെങ്കിൽ ഒരു ആക്ഷേപവാസിയൊക്കെ വന്നപ്പോൾ ഇങ്ങനത്തെ പുസ്തകങ്ങളെ അധികം റെഫർ ചെയ്തപ്പോൾ അധികം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലാകെയുള്ളതിനെ ഗൂഗിളും ChatGPT ആണ്. ഇവരോടൊന്നും ഇതിലൊന്നും ഒന്നും കിട്ടുന്നില്ല, ഫാന്റസി സെറ്റർ പുസ്തകങ്ങൾ വേറെ കിട്ടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് മലയാളത്തിൽ ആദ്യത്തെ ഫാന്റസി സെറ്റർ എന്ന ലെവലിലേക്ക് ഇത് കൊണ്ടുപോകാൻ പ്ലേസ് ചെയ്യാന്നൊക്കെ വിചാരിച്ച്. പിന്നെ വിചാരിച്ച് മലയാളത്തിൽ ഇനി അഥവാ വേറെ ഏതെങ്കിലും ആദ്യത്തെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വായിക്കാത്തതുകൊണ്ട് അറിയാത്താണെങ്കിൽ വെച്ചിട്ട് മലയാളത്തിലെ ഫാന്റസി സെറ്റർ എന്നുള്ള ഒരു പരിപാടി ഇട്ട് വേറൊരു വേൾഡിലാണ് പരിപാടി നടക്കുന്നത്. ആക്ഷേപഹാസ്യമാണ്, വെറൈറ്റി പരിപാടി ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അതിപ്പം വായിക്കുന്നവർക്ക് എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇസയിലേക്ക് വന്നാൽ, ആ ഷോർട്ട് ഫിലിമിലേക്ക് വന്നാൽ 2024 അതിനൊരു ഇന്റർനാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഭിന്നശേഷി കുട്ടികളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ബ്രോ ചെയ്തിട്ടുള്ളത്. ശരിക്കും എന്താണ് അതിൻ്റെ ഒരു സ്റ്റോറി? ആക്ച്വലി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇസൈക്ക് ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയത് കൊണ്ട് ആളുകൾ അറിഞ്ഞ് ഇസൈ ചെയ്തിട്ടുണ്ട്. ഞാൻ മുന്നേ വേറെയും വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബേസിക്കലി ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യുന്നത് വോയിസ് ഓഫ് ദ വോയിസ്ലെസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പം പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ അധികം സമൂഹത്തിന് മുന്നോട്ട് കൊണ്ടുവരാത്ത ഉള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിലൊന്നാണ് ഇസൈ. ഇതേപോലെ ആനപ്രേമി എന്ന് പറഞ്ഞൊരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഷോർട്ട് ഫിലിം ഞാൻ കൊടുക്കുന്ന ലെവൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇസൈ ചെയ്യുന്നത്. പക്ഷേ ഇസൈ അൺഎക്സ്പെക്ടഡ് ആയിട്ട് അവാർഡ് കിട്ടിയപ്പോൾ കുറച്ച് പേര് അറിഞ്ഞു. അപ്പം അങ്ങനെയാണ് ഇങ്ങനത്തെ വർക്ക് തന്നെയാണ് കൂടെ ചെയ്തിട്ടുള്ളത് ഷോർട്ട് ഫിലിംസ്. ഓക്കെ ബ്രോ, ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ പുസ്തകങ്ങൾ എഴുതുന്ന സമയത്ത് പല ആളുകൾക്കും ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ്, അതായത് സപ്പോർട്ട് കിട്ടുക എന്നുള്ളത്. നമ്മളെ സർക്കിളിൽ നിന്ന് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടുക എന്നുള്ളത്. ആ ഒരു സപ്പോർട്ട് ബ്രോന് എത്രത്തോളം കിട്ടിയിട്ടുണ്ട്? പുസ്തകം ശരിക്കും പറഞ്ഞെങ്കിൽ ഞാൻ ആ സമയത്ത് പഞ്ചായത്തിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നിട്ട് പറയുന്നത് ശരിയല്ല, എന്നാലും പഞ്ചായത്തിൽ ഇരുന്നിട്ടാണ് ഞാനിത് എഴുതുന്നത്. അപ്പോൾ അവിടുന്ന് ഞാൻ സമയം നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടി എഴുത്ത് തന്നെയായിരുന്നു. പിന്നെ അവിടെ കുറച്ചുകൂടി സമാധാനപര അന്തരീക്ഷമായിരുന്നു. അപ്പം പുസ്തകം ഇറങ്ങി ഒന്ന് പണിയായപ്പോൾ പഞ്ചായത്ത് ഇറങ്ങി. ഇനിയിപ്പോ ഒന്നും മുന്നും നോക്കാനില്ലാത്ത അവസ്ഥയാണ്. പുസ്തകം രക്ഷപ്പെട്ടാൽ ഞാൻ രക്ഷപ്പെടും, പുസ്തകം രക്ഷപ്പെട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് പോകും. അതാണ് നിലവിലെ അവസ്ഥ. എന്തായാലും രക്ഷപ്പെടട്ടെ. അപ്പൊ നമ്മുടെ പുസ്തകം നവംബർ മാസം 24 റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് വായിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ, ഒരുപാട് വായനക്കാർ നിൽക്കുന്നുണ്ട്. അപ്പൊ അവരോടൊക്കെ ബ്രോയ്ക്ക് പറയാനുള്ളൊരു കാര്യം എന്താണ്? ഒന്ന്, എൻ്റെ ആദ്യത്തെ പരീക്ഷണമാണ്. ഒരുപക്ഷെ നിങ്ങൾ വായിക്കുന്ന മറ്റ് വലിയ സാഹിത്യങ്ങളായിട്ടൊന്നും കമ്പയർ ചെയ്യാനുള്ളൊരു നിലവാരമൊന്നും രക്ഷ ഉണ്ടാവണമെന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ കാണാത്തൊരു പുതിയൊരു എക്സ്പെരിമെൻ്റ് ആയിരിക്കും ഇത് സംഭവം. എനിക്ക് തോന്നുന്നൊരു ഒരു വർഷത്തിന് മുകളിൽ എടുത്തിട്ട് എഴുതി വെച്ചൊരു പരിപാടിയാണ്. ഈ വലിയ സാഹിത്യത്തിന്റെ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞാൻ എടുത്തു വെച്ചൊരു സംരംഭം തന്നെയാണ് എൻ്റെ ഇത്. അപ്പം 2 സാധ്യതയേ ഉള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾക്കിത് ഭീകരമായിട്ട് ഇഷ്ടാവും, നിങ്ങൾക്ക് പരിപാടി ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ നിങ്ങളിത് ഭീകരമായിട്ട് തള്ളിപ്പറയും. കാരണം ഇടയിലൊരു അവസ്ഥയിലേക്ക് പോകില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇടയ്ക്ക് ഇപ്പൊ ഇതില് ഞാൻ കൊണ്ടുവന്നൊരു ഭാഷയൊക്കെ ഉണ്ട്, ഒരു നോഹേ ലോജിക്ക എന്ന് പറഞ്ഞൊരു ഭാഷ. അപ്പോൾ അതിലൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്ന ചില ഫണ്ണുകളുണ്ട്. ആ ഫണ്ണുകൾ ആൾക്കാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾക്കത് രസം പരിപാടിയായി മാറും. പിന്നെ ഇതേപോലെ ക്യാരക്ടർ പിണ്ണാക്കിടി മൊട്ടാസ പോലെ റിവീൽ ചെയ്യപ്പെടാത്ത കുറേ ക്യാരക്ടറുകളുണ്ട്. ആ ക്യാരക്ടറുകൾക്കൊക്കെ ഉള്ള ഫണ്ണുകൾ കിട്ടിയാൽ പരിപാടി നെക്സ്റ്റ് ലെവൽ പരിപാടിയിലേക്ക് പോകും. ഇല്ലേ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ വായിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം വായിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇഷ്ടപ്പെടും വിചാരിക്കാം. ബ്രോ, അപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ ഇസേ പോലെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുക, അല്ലെങ്കിൽ അതിൽ കൂടെ ഷോർട്ട് ഫിലിംസ് ചെയ്തു, അന്താരാഷ്ട്ര അവാർഡുകൾ കിട്ടി, ഇപ്പോൾ ഇതാ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടി പോവാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഈ ഒരു വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ എല്ലാവിധ ആശംസകളും. ജീവിതത്തിൽ വലിയ ഉയരങ്ങളിലെത്തട്ടെ, വലിയൊരു വിജയം ഉണ്ടാവട്ടെ.